ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 7 അല്ലെ, 11, അതുപോലെ 15, 19, എക്സെട്ര 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 103 അല്ലെ. ഈ ശ്രേണിക്ക് ആകെ എത്ര പദങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ചോദ്യം എഴുതിക്കോ: 7, 11, 15, 19 എക്സെട്ര 103. ഈ ശ്രേണിയുടെ ആകെ പദങ്ങളുടെ എണ്ണം എത്ര എന്ന് ഈ ചോദ്യത്തെ ഒന്ന് മാറ്റി എഴുതിക്കോ. എന്നിട്ട് ഞാനത് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: 7, 11, 15, 19 എക്സെട്ര 103. ഈ ശ്രേണിയുടെ ആകെ പദങ്ങളുടെ എണ്ണം എത്ര? മക്കളെ, പദങ്ങളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n = പദങ്ങളുടെ എണ്ണം കാണാൻ z - a ഡിവൈഡഡ് ബൈ d + 1 ആണ് പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ. z എന്ന് പറഞ്ഞാൽ 103, - a എന്ന് പറഞ്ഞാൽ 7 ആണോ, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 ആണോ, +1 ശരിയല്ലേ? ആണ്. അപ്പൊ 103 7 കുറച്ചാൽ 96 വരും. 96/4 + 1 അല്ലെ. 96/4 എന്ന് വന്നാൽ 24 വരും. 24 + 1 ആൻസർ 25 എന്ന് വരും. അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം 25 ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിന് എത്ര പദങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 25 പദങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. പദങ്ങളുടെ എണ്ണം കാണാൻ z - a/d + 1 ചെയ്തു. ഓക്കെ, ഇനി ചോദ്യം 103 എന്നത് എത്രാമത്തെ പദമാണ് എന്നാണ് ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് അല്ലെ. 103 എത്രാമത്തെ പദം ആണ് എന്നറിയാൻ ഈ ശ്രേണിക്ക് എത്ര പദങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. പദങ്ങളുടെ എണ്ണം 25 ആയതുകൊണ്ട് 103 25ാമത്തെ പദമാണെന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ? പദങ്ങളുടെ എണ്ണം 103 ആയതുകൊണ്ട് പദങ്ങളുടെ എണ്ണം 25 ആയതുകൊണ്ട് 103 എന്നത് 25ാമത്തെ പദമാണ് അല്ലെ. അപ്പൊ ഒരു ശ്രേണി തന്നിട്ട് ഇത് എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചാൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ പദങ്ങളുടെ എണ്ണം 50 എന്ന് കിട്ടിയായിരുന്നെങ്കിൽ 103 എന്നത് 50ാമത്തെ പദമായേനെ. പദങ്ങളുടെ എണ്ണം 40 എന്ന് കിട്ടിയായിരുന്നെങ്കിൽ 103 എന്നത് 40ാമത്തെ പദമായേനെ. പദങ്ങളുടെ എണ്ണം 15 കിട്ടിയായിരുന്നെങ്കിൽ 103 എന്ന് 15ാമത്തെ പദമായേനെ. ഇവിടെ പദങ്ങളുടെ എണ്ണം 20 എന്ന് കിട്ടിയത് കൊണ്ട് 103 എന്നത് എത്രാമത്തെ പദമാണ്? 103 എന്നത് 25ാമത്തെ പദമാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുക കേട്ടോ.